ഗ്രീൻ ഗാർഡനിലോട്ട് സ്വാഗതം. എല്ലാവരെയും ഗ്രീൻ ഗാർഡനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രോ ബാഗിൽ എങ്ങനെ നമുക്ക് ഒരു ചെടി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നട്ടു വളർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് കുറഞ്ഞ രീതിയിൽ, ഭാരം കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഇതൊരു ചെടി നമുക്ക് ഗ്രോ ബാഗിൽ നട്ടു വളർത്താമെന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു ഗ്രോ ബാഗ് വേണം. പിന്നെ അതിലോട്ട് ഫില്ല് ചെയ്യാനുള്ള കൊക്കോപീറ്റ്, മണ്ണ്, പിന്നെ കരിയില, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒരു ഗ്രോ ബാഗ് എടുത്ത് അതിലോട്ട് ആദ്യം നമ്മൾ ഉണങ്ങിയ കരിയില നിറയ്ക്കണം. ഉണങ്ങിയ കരിയില നിറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളതിലോട്ട് ഈ ഇത് പത്തലിൻ്റെ ഇലയാണ്. ഇത് നമ്മൾ തണലത്തിൽ വാട്ടി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഗ്രോ ബാഗ് എടുക്കുക, അതിലോട്ട് നമ്മൾ ഉണങ്ങിയ ഇല ഇടുക, പിന്നീട് നമ്മൾ പച്ച ഇല ഇട്ട് നിറയ്ക്കുക, പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. മണ്ണിട്ട് കൊടുത്ത് അതൊരു ലെയർ കുറച്ചൊരു കട്ടിയിലിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചിരുന്നാൽ അതിൻ്റെ വേര് നല്ലപോലെ ഓടുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് മുകളിൽ നമ്മൾ കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഉണങ്ങിയ കരിയിലയാണ്. ഇത് നമ്മൾ ഗ്രോ ബാഗിലോട്ട് കരിയില നിറയ്ക്കാം. ഇതൊരു ഞാൻ പറമ്പിലെ കരിയിലെല്ലാം ഉണക്കി ഒരു ചാക്കിനകത്താക്കി വെച്ചിരിക്കുന്നതാണ് ആവശ്യത്തിനെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആദ്യം കരിയില ഗ്രോ ബാഗിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ കരിയില ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് വെള്ളം വാർന്നു പോകാൻ എളുപ്പമാണ്. പിന്നീട് അത് അവിടെ കിടന്ന് അരിഞ്ഞ് കമ്പോസ്റ്റായിട്ട് മാറി അതൊരു വളമായി മാറുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം. പിന്നെ അത് നമ്മൾ ഉണങ്ങി കരിയിലിട്ട് കൊടുക്കുമ്പോൾ അത് വെയിറ്റ് കുറയാൻ നല്ലൊരു ഉപാധിയാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ പച്ചില ഇട്ട് കൊടുക്കുക. ഉണങ്ങിയ പച്ചില ഇട്ട് കൊടുക്കുക. ഇത് വേലിപ്പത്തലിൻ്റെ ഇലയാണ്. ഇത് നമ്മൾ ഉണക്കി തണലത്തിട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഇലയാണ്. ഉണങ്ങിയ ഇലയുടെ മുകളിൽ നമ്മൾ പച്ചില ഇട്ട് കൊടുക്കുന്നു. പച്ചിലയിട്ട് ഒരു നല്ലപോലെ എല്ലാം അമക്കി കൊടുക്കണം. കമ്പും കോലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി നല്ലപോലെ അമക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മണ്ണിടുന്നു. ഈ മേൽമണ്ണും ചരലും പിന്നെ ഇച്ചിരി ചുമന്ന മണ്ണും കൂടെ കലർന്ന മണ്ണാണ്. ഇത് നമ്മൾ ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുക. നല്ലപോലെ അമക്കി വെച്ചിട്ട് ആ മണ്ണിട്ട് കൊടുക്കുക. ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുക. നല്ലപോലെ തിക്കി വെച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ കൊക്കോപീറ്റ്, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കുന്നു. കൊക്കോപീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ആകത്തക്കവണ്ണം ഒന്ന് ഇതായിട്ട് കൊടുത്തിട്ട് ഈ കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെടിയുടെ വേര് പെട്ടെന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് ഈ കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളം വാർന്നു പോകുന്നതിന് എളുപ്പമാണ്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ പിന്നെയും മണ്ണിട്ട് കൊടുക്കുന്നു. നല്ലപോലെ മിക്സ് ചെയ്യുക. മണ്ണും കൊക്കോപീറ്റും എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് ശക്തിയിൽ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുകളിൽ മണ്ണ് ആയിരിക്കണം കൂടുതലുണ്ടായിരിക്കേണ്ടത്. മണ്ണ് വിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചെടി നടാം. ഈ ചെടി നടുന്നത് ഞാൻ 2 ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്, അതാണിപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തിട്ട് നടുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ്. ഒന്നിൽ ഞാൻ പച്ച കളറുള്ള പൊന്നാങ്കണ്ണി ചീരയും മറ്റേ ബാഗിൽ ചുമന്ന കളറുള്ള പൊന്നാങ്കണ്ണി ചീരയുമാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടിനും ഒരേ ഗുണങ്ങളാണ്. നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഇലകളാണ്. ഇത് താഴെ നിൽക്കുന്നതായിരുന്നു. അത് ഞാനെടുത്ത് ഗ്രോ ബാഗിൽ നട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തത്. ഒന്ന് തണലത്ത് നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ പച്ചപ്പുണ്ട്.
ഇത് വെയിലത്ത് നിന്ന ചെടിയാണ്. അതിന് ഒരു ചുമപ്പ് നിറമുണ്ട്. രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ഗുണങ്ങളും പോഷകഗുണങ്ങളും എല്ലാം ഒരേപോലുള്ളതാണ് രണ്ടും. ഞാനത് രണ്ടും 2 ബാഗിലായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ഇത് ഇതിനകത്തോട്ട് നടാം. ആദ്യം നമുക്ക് ഇത് ഈ ബാഗിൽ നടാം. നമ്മളിങ്ങനെ കുഴിയെടുത്ത് അതിലോട്ട് നടുന്നു. ഇതിങ്ങനെ ഒരേ വലിയ വലുപ്പത്തിൽ തന്നെ നടണമെന്നൊന്നുമില്ല. നമുക്കതിൻ്റെ തല ഒടിച്ച് വേറെയും കുത്തി വെക്കാൻ പറ്റുന്നതാണ്. വേര് വേണമെന്നൊന്നുമില്ല. വേരുണ്ടെങ്കിലും നല്ലതാണ്, വേരില്ലെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചീരയാണിത്. നല്ല ഔഷധ ഗുണങ്ങളും പോഷകങ്ങളും ഒക്കെ ധാരാളമായിട്ടുള്ള ഒന്നാണ്. കണ്ണിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ചീരയാണിത്. നമുക്ക് ഇതിങ്ങനെ നട്ടു കൊടുക്കാം. നമുക്ക് മറ്റേ ബാഗിൽ ചുമപ്പും കൂടെ നട്ടു കൊടുക്കാം. പച്ച ഇതിനകത്ത് നട്ടിട്ട് നമുക്ക് മറ്റേ ബാഗിൽ ചുമന്ന നിറമുള്ള ചീര നട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ചുമന്ന നിറമുള്ള ചീര നട്ട് കൊടുക്കാം. ഇത് വേര് വേണമെന്നൊന്നുമില്ല. വേരില്ലെങ്കിലും നല്ലപോലെ പിടിക്കുന്ന ഒരു ചീരയാണ്. വളരെയേറെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചീരയാണ്. ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെയേറെ എളുപ്പമായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാനതിൻ്റെ വേരുള്ള ഭാഗം കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലെ തല നുള്ളി വേറെയും കുത്തി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാഗിലും അതുപോലെയാണ് വെച്ചിരിക്കുന്നത്. ഇത് പച്ചച്ചീരയാണ്, മറ്റേത് ചുമന്ന ചീരയാണ്. ഇതും ഞാൻ അതിൻ്റെ തലയെല്ലാം ഒടിച്ച് കുത്തി ആ ബാഗ് നിറയെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ വളപ്രയോഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കുക, അത് മാത്രം മതി. വല്ലപ്പോഴും എങ്ങാനും കുറച്ച് നമ്മൾ എന്തെങ്കിലും കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കാടിവെള്ളമോ ഒക്കെ തളിച്ച് കൊടുത്താലും മതി. അങ്ങനെ വളപ്രയോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നന്നായി വളർന്ന് വരുന്ന ഒരു ചീരയാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം തളിച്ച് കൊടുക്കാം. വെള്ളം തളിച്ച് കൊടുത്തിട്ട് രണ്ടിലും മാറി മാറി തളിച്ച് കൊടുത്താൽ മതി. അപ്പം ഈ വെള്ളമൊന്നും ഒരുപാട് ഇതിൽ തങ്ങി നിൽക്കത്തുമില്ല. ഈ അടിയിൽ ചപ്പയവർ ഇട്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം തങ്ങി നിൽക്കത്തില്ല. വെള്ളം വാർന്നു പൊക്കോളും. നല്ലപോലെ നനച്ച് കൊടുക്കുക. മുമ്പേ നമ്മൾ നനയ്ക്കാഞ്ഞുകൊണ്ട് നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കുക. നേരെ നിന്നില്ലെങ്കിലും അത് വെള്ളം 2 ദിവസം കഴിയുമ്പോൾ എല്ലാം നേരെ വന്നോളും. ഈ ചുമന്ന ചീരയ്ക്ക് നമുക്ക് തളിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ വെള്ളം തളിച്ച് കൊടുത്ത് അതിനെ നമുക്ക് തണലത്തോട്ട് മാറ്റി വെക്കാം. 2-3 ദിവസം തണലത്തിരുന്ന് കഴിഞ്ഞ് നമുക്കതിനെ വെയിലുള്ള നല്ലപോലെ വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ച് നമുക്കതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. വളരെയേറെ പോഷകങ്ങൾ നിറഞ്ഞ നല്ലൊരു ചീരയാണ്. കണ്ണിന് ഏറ്റവും നല്ല ചീരയാണിത്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വൈറ്റമിൻസും മിനറലൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത്. എല്ലാവരും നട്ടു വളർത്തേണ്ട ഒരു ചീരയാണ്. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഈ ഇല തോരൻ വെച്ച് കഴിച്ചിരുന്നാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വളരെയേറെ വർദ്ധിപ്പിക്കാൻ പറ്റും. അത് നല്ല അനുഭവമാണ് എനിക്കുള്ളത്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.